2026 ഗേറ്റ് എക്സാമിന് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? സോ ഈ ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ 2026 ഗേറ്റ് എക്സാം നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊണ്ടുതരും? 5 ബെനിഫിറ്റ്സ് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് എക്സാമിൻ്റെ മെയിൻ ഉദ്ദേശമായിട്ടുള്ള MTech അല്ലെങ്കിൽ ME ഫ്രം നമുക്ക് IITs അല്ലെങ്കിൽ IISc ബാംഗ്ലൂർ, NITs, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം എപ്പോഴും പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് MTech ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര കോമൺ ആണ്. സോ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ പഠിച്ചു എന്നുള്ള ചോദ്യം വരുമ്പോൾ നല്ലൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. സോ നമുക്ക് IIT അല്ലെങ്കിൽ IISc അല്ലെങ്കിൽ NIT സ്റ്റേറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഗേറ്റ് സ്റ്റൈപ്പൻഡോട് കൂടി MTechന് ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ PSU ജോബ്. നമുക്കറിയാം പല PSUs, അതായത് മിനിരത്ന, നവരത്ന ഗ്രേഡിലുള്ള പല PSUസും റിക്രൂട്ട്മെൻറ്റ് ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്താണ് നടത്തുന്നത്. സോ ഈ ഗേറ്റ് സ്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു PSU ജോബ് കിട്ടാനായിട്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ സെക്യൂർ ആയിട്ടുള്ളൊരു കരിയർ നിങ്ങളെ തേടിയെത്തുന്നു. രണ്ടാമത്തെ കാര്യം ഹൈ പേയിങ് സ്കെയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ജോബ് അതുപോലെ തന്നെ നല്ലൊരു പേയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ കരിയർ സ്റ്റേബിളായി മാറും. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് MS ഡിഗ്രീസ് താല്പര്യമുണ്ടെങ്കിൽ അതിനും നമുക്ക് ഗേറ്റ് സ്കോർ യൂസ് ചെയ്യാവുന്നതാണ്. സിംഗപ്പൂരിലുള്ള ചില യൂണിവേഴ്സിറ്റീസ് ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് MS ഡിഗ്രി അഡ്മിഷൻസ് തരുന്നതാണ്. സോ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. എത്ര സ്കോർ വന്നു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റീസിൽ MS ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനും അത് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന രീതിയിൽ. ഇനി നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നേരിടാനായി ഗേറ്റ് എക്സാം എക്യുപ്പ് ചെയ്യുന്നു. അതായത് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് എക്സാംസ് ആണ്. കാര്യം നമുക്ക് ആദ്യം കിടക്കുന്നത് IAS എക്സാം ആണ്, രണ്ടാമത് നമുക്ക് വരുന്നത് NEET ആണ് വരുന്നത്, മൂന്നാമത് നമുക്ക് ആദ്യത്തെ 5 എക്സാംസിൽ 3-ാം സ്ഥാനത്തോളം നമ്മൾ ഗേറ്റ് എക്സാം വരുന്നുണ്ട്. സോ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് വഴി വേറെ ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഗേറ്റിൻ്റെ തന്നെ സിമിലർ പാറ്റേണിൽ നടത്തുന്ന 2 എക്സാംസ് പരിചയപ്പെടുത്തി തരാം. ബാർക്ക് എക്സാമും അതുപോലെ തന്നെ ISRO എക്സാം. ഇത് രണ്ടും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്, ക്വസ്റ്റ്യൻ പാറ്റേൺസിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗേറ്റ് എക്സാമിന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 എക്സാംസും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ്, കേരള PSC ആയിക്കോട്ടെ, SSC JE ആയിക്കോട്ടെ, RRB JE ആയിക്കോട്ടെ, BTech ലെവലിലുള്ള അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള ഏതൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാലും ഉയർന്ന റാങ്ക് നിങ്ങൾ ഗേറ്റിന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് വളരെ വലിയൊരു ബെനിഫിറ്റാണ്. സോ അതും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ഒരു ബെനിഫിറ്റാണ്. സോ ഇത്രത്തോളം ബെനിഫിറ്റ്സ് ഒരു എക്സാം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ഈ പരീക്ഷ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. സോ 2026 ഗേറ്റ് എക്സാമിന് ആത്മാർത്ഥമായി ഇന്ന് തന്നെ പരിശ്രമിച്ച് തുടങ്ങാം. ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. മാത്രമല്ല സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതാത് സ്ട്രീമിൻ്റെ സിലബസ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി തയ്യാറെടുത്ത് തുടങ്ങും. ഗേറ്റ് എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൾ ഓർ വാട്സാപ്പ്.